ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ദിസ് ചാനൽ. ദിസ് ഇസ് വണ്ടർ സ്പിരിറ്റ്. അപ്പോൾ നമ്മൾ ഒരു യാത്രയിലാണ്. കുറച്ച് ദൂരം എത്തിയിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. ഇന്നലെ ഇറങ്ങിയാണ് വീട്ടിൽ നിന്ന്. നമ്മളിപ്പോൾ ടെൻറ്റിനകത്താണുള്ളത്. ഇവിടുന്ന് പുറത്തുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മളിന്നലെ സ്റ്റേ ചെയ്തത്. നമ്മൾ റോഡ് സൈഡിൽ തന്നെയാണ്, കുറച്ച് പുറത്തോട്ട് മാറി ഈ കുമളി ടൗൺ വരുന്നത് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഒഫീഷ്യലി തമിഴ്നാട് കയറിയിരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം തമിഴ്നാട് ഗ്രാമങ്ങളാണ്. ഭയങ്കര അടിപൊളിയായിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ ഈ റോഡുണ്ട്. ഈ റോഡ് ഇങ്ങനെ പോയി നേരെ താഴെ പോകും. അതുകൊണ്ട് അവിടെ നിന്നൊരു വണ്ടി കയറി വരുന്നുണ്ടോ, അതുവഴി അങ്ങോട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഈ കാണുന്നതാണ് കമ്പം തേനി റോഡ് എന്നാണ് തോന്നുന്നത്. ഇതിൽ കൂടി കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഈ കൊടൈക്കനാൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ അന്ന് എനിക്ക് ഇതേപോലെ വ്ളോഗായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നെന്തായാലും ഒരു വ്ളോഗ് എടുക്കാം അങ്ങനെ ഒരു സെറ്റപ്പിലൊക്കെ ഇറങ്ങിയതാണ്. പക്ഷേ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് കൊടൈക്കനാലൊന്നുമല്ല, ജസ്റ്റ് വാഗമണ്ണ് വന്ന് അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനായിരുന്നു പ്ലാൻ. അപ്പോൾ കുട്ടിക്കാനം എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് ലേറ്റായിപ്പോയി. അത് വേറൊന്നുമല്ല, ഭയങ്കര ബ്ലോക്കും ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട് ടയറിന് എയർ ചെറുതായിട്ട് ലീക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് കാണിച്ച് കറക്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരുപാട് ടൈമായിപ്പോയി. അപ്പോൾ നമ്മൾ വിചാരിച്ചെടുത്ത് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു വണ്ടിപ്പെരിയാർ, ഞാൻ അതിന് മുമ്പ് കൊടൈക്കനാൽ വന്നപ്പോൾ സ്റ്റേ ചെയ്തൊരു സ്ഥലമുണ്ട്. അവിടെ നമുക്കന്ന് അഫോർഡബിൾ റേറ്റിൽ ഇന്നലെ അവിടെ പോയി. അപ്പം പുള്ളി പറഞ്ഞു 700 രൂപ സംതിങ് എന്തോ ആവുമെന്ന് പറഞ്ഞു. 750 അത്രയൊക്കെ ആവും റൂം എടുക്കുകയാണെങ്കിൽ. നമ്മൾ അത്രയും ബഡ്ജറ്റൊക്കെ ഇട്ട് റൂമൊക്കെ എടുത്തിട്ട് ആകെപ്പാട് കുറച്ച് സമയം, ഏതാണ്ട് 9 മണി അങ്ങോട്ട് സമയമായപ്പോഴാണ് അവിടെ എത്തിയത്. രാവിലെ പോവുകയും ചെയ്യും. അത്രയും സമയത്തേക്ക് 700 രൂപ മുടക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു കുമിളിയിലെങ്ങനെ ചെന്നിട്ട് അവിടെ ചെറിയ റേറ്റിലുള്ള റൂം ഉണ്ടെങ്കിൽ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അവിടുന്ന് നേരെ കുമിളിക്ക് വെച്ച് പിടിച്ചത്. അപ്പോൾ അവിടെ ഇങ്ങനെ ടെൻ്റ് അടിക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ട് അങ്ങനെ അവിടെ അടിക്കാം. പക്ഷേ എങ്കിലും അത് റോഡ് സൈഡായിരുന്നു. പിന്നെ ഇച്ചിരി ഉള്ളോട്ട് കയറ്റി മാറ്റി ഞാൻ ആ നിന്ന സ്ഥലം കണ്ടില്ലേ, അവിടെ ടെൻ്റ് അടിച്ചത്. ഇതിപ്പോൾ രാവിലെ അവിടെ നിന്നെല്ലാം അഴിച്ചെടുക്കാൻ നേരത്തൊരു പുള്ളിക്കാരൻ വന്നിട്ട് പറയാം, ഇത് ഫോറസ്റ്റിൻ്റെ സ്ഥലമായിരുന്നു, നിങ്ങളെന്തിനാ അവിടെ ഒക്കെ വന്ന് ഇങ്ങനെ സ്റ്റേ ചെയ്തെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അറിഞ്ഞില്ല, എന്ത് ചെയ്യാനാ, മറ്റേ പോത്തോ എന്തോ സംഭവമൊക്കെ അതുവഴിയൊക്കെ വരുന്നതാണ്, നോക്കണ്ട ചോദിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അവരുടെ ചേട്ടാ അറിഞ്ഞില്ല, ഞാൻ കണ്ട് ഇതെല്ലാം പാക്ക് ചെയ്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഐസായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം ബോർഡറൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര രസമാണ് കേട്ടോ യാത്ര ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഡിപ്രഷൻ അടിച്ചൊക്കെ ഇരിക്കുവാണെങ്കിൽ ഒരു സോളോ ട്രിപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മൈൻഡും ബോഡിയൊക്കെ ഒന്ന് റിഫ്രഷ് ആയി മാറും കേട്ടോ. ഇനി അങ്ങോട്ട് കാഴ്ചകൾ കിടക്കുകയാണ്, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഞാൻ ഇതിന് മുമ്പ് വന്ന ടൈമിൽ പോയത് കമ്പം തേനി ആ റൂട്ട് നേരെയാണ് പോയത്. ഇന്ന് നമ്മൾ വേറൊരു റൂട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇറങ്ങിയതാട്ടോ. ഞാൻ ഒരു റൂട്ട് കണ്ടുവച്ചിട്ടുണ്ട്, ഒരു വീഡിയോയിൽ കണ്ടതാണ്. എന്തായാലും ആ ഒരു വഴി കൂടി പോയി നോക്കണം. എന്തായിത്തീരുമെന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കട്ടെ. പിന്നെ ഇത്രയും നാൾ വീഡിയോസൊക്കെ ഇല്ലായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോപ്രോ ചെറിയൊരു പണി കിട്ടി, അത് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആകെപ്പാട് 1 വർഷം കൊണ്ടായെന്ന് തോന്നുന്നു ഒരു വ്ളോഗ് എടുത്തിട്ട്. നമ്മൾ അവസാനം വ്ളോഗ് എടുത്തിരിക്കുന്നത് മണാലി പോയപ്പോൾ എന്താണ്, അത് കഴിഞ്ഞ് പിന്നീട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് യാത്രകളൊക്കെ പോയിരുന്നു, പക്ഷെ അങ്ങനെ വ്ളോഗായിട്ട് ആ ഒരു സെറ്റപ്പിലേക്ക് ഞാൻ എടുത്തില്ല. അപ്പോൾ ഇന്നെന്തായാലും ഒരു വ്ളോഗ് എടുക്കാം എന്നൊരു മൈൻഡ് സെറ്റിൽ ഇറങ്ങിയാണ്. പിന്നെ കുറേ ആൾക്കാർ നമ്മളെ കളിയാക്കാനും ഉണ്ട്, അതൊക്കെ കൊണ്ട് ഞാനങ്ങ് മടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കുക. കണ്ടിന്യൂസ് വീഡിയോസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ.
നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കണ്ടിന്യൂസ് നമുക്ക് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ മുന്നോട്ട് യാത്രകളൊക്കെ ചെയ്ത് പോകാൻ പറ്റുന്നത്. നമ്മൾ ആ മുകളിൽ നിന്ന് കണ്ടില്ലേ, ആ ഒരു റൂട്ടാണ് കേട്ടോ. അങ്ങ് മുകളിലായിരുന്നു. ഇപ്പോൾ ഇറങ്ങി താഴെ നേരെ അംബേദ്കർ കോളനി. തമിഴ്നാടിൻ്റെ ബ്യൂട്ടി. റോഡൊക്കെ അടിപൊളിയാണ് കേട്ടോ ശരിക്കും. ഈ റോഡ് ഇങ്ങനെ കണ്ട് നിങ്ങൾ വെച്ചങ്ങ് സ്പീഡിൽ പോകരുത് ഒരിക്കലും. കാരണം വേണ്ട ഇത് കിടക്കുന്നു പൂച്ച. ഓഫ്. ഞാൻ പറയാൻ വന്നത്, ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോൾ ഈ റോഡ് കിട്ടുമ്പോൾ നമ്മൾ കേരളത്തിൽ കിടന്ന് വണ്ടിയൊക്കെ ഓടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നല്ല സൂപ്പർ റോഡ്. അപ്പോൾ ഇത് കാണുമ്പോൾ നേരെ കിടക്കുകയാണത്. ഞാൻ അന്ന് എന്തോ വെളുപ്പിന് ആ ഒരു ടൈമിലാണ് വെച്ച് സ്പീഡിലങ്ങ് വിട്ടു. ഒരു പട്ടി കുറുക്കാടി. ഭാഗ്യത്തിന് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ എവിടെ നിന്നൊക്കെ വണ്ടി എടുത്ത് നോക്കൊന്നും നമുക്ക് പറയാനും പറ്റത്തില്ല. പട്ടി എവിടെ നിന്ന് എടുത്ത് ചാടുമെന്ന് പറയാൻ പറ്റത്തില്ല. ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പണി കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ പോവുക ഈ വഴി റൈഡ് ചെയ്യുകയാണെങ്കിൽ. എല്ലാവരും എന്തോ പണിക്കോ എന്തോ സെറ്റപ്പിലോടെ ഇരിക്കുന്നു കേട്ടോ ആൾക്കാരൊക്കെ. നോക്കിയേ, ഈ റോഡ് കണ്ടാൽ ഞാൻ ആരാണ് സ്പീഡിൽ പോകാൻ പറ്റുന്നത്? ഒന്നും വരെ കാണാൻ നേരെ വിട്ടു പോകാൻ തോന്നും. പക്ഷെ അങ്ങനെ പോകാണ്ടിരിക്കുക മാക്സിമം. അടിപൊളി. ഞാനിതൊഴി ഉണ്ടോ? ഇതുകൊണ്ടൊക്കെ പറയുന്നത് സ്പീഡിൽ നിങ്ങൾ പോകരുത്, പണി വാങ്ങും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പെരിയോളം റോഡിലാണ് കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് കട്ട് ചെയ്താണ് ഇങ്ങോട്ട് കയറിയത്. ഈ റൂട്ടാണ് സാധാരണ എല്ലാവരും കൊടൈക്കനാൽ പോകാൻ ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാനിന്ന് പെരിയോളം വഴി വേറെ റൂട്ടുണ്ടെന്നായിരുന്നു. ഞാൻ ആ വഴി പോകാനാണ് പ്ലാൻ. എന്താവുന്നൊന്നും അറിയില്ല, പോയി നോക്കുവാണ്. ഈ റൂട്ട് പോകുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ നമുക്ക് കുറവായിരിക്കും കേട്ടോ. മറ്റേത് ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്കും ഒരുപാട് കിലോമീറ്റർ അധികമാവും. വേറിട്ട് എത്ര കിലോമീറ്റർ വ്യത്യാസമാണെന്ന് അറിയില്ല. എന്തായാലും കുറച്ചുകൂടി ലാഭം ഇതാണെന്നാണ് അറിഞ്ഞത്. നമ്മളിപ്പം പെരിയകുളത്തുനിന്ന് അടുക്കം റൂട്ടിലാണ് കേട്ടോ ഉള്ളത്. നമുക്കൊന്ന് വഴി കിട്ടിയായിരുന്നു. ഒരു 6 കിലോമീറ്റർ അപ്പുറം വരെ പോകേണ്ടി വരും. തിരിച്ചെന്തായാലും റൂട്ട് കണ്ടെത്തി തിരിച്ച് വന്നു. ഈ ഒരു റൂട്ടിലെ ബ്യൂട്ടി നമ്മളൊന്ന് കണ്ടു. രണ്ട് സൈഡും മരങ്ങളൊക്കെ നിറഞ്ഞ് വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. കൊടൈക്കനാൽ 38 കിലോമീറ്റർ. ഞാൻ കാണുന്ന കേട്ടോ ചെക്ക് പോസ്റ്റ് എന്ന് തോന്നുന്നു.
ഞാൻ അങ്ങോട്ട് എന്തായാലും ക്യാമറയൊന്നും വെച്ചുകൊണ്ട് പോകുന്നില്ല. നമ്മളിപ്പോൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. അവിടെ വലുതായിട്ടൊന്നും ചോദിക്കത്തൊന്നുമില്ല. എവിടുന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കത്തുള്ളൂ. അവിടെ ഇങ്ങനെ ആയിരുന്നു, എവിടുന്നാണ് വരുന്നത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ റൂട്ട് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ റൂട്ടിൽ കൂടെയൊക്കെ വരണം കേട്ടോ. കൊടൈക്കനാൽ വരുവാണെങ്കിൽ ഈ ഒരു റൂട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായി. കുറേ ദൂരം വണ്ടി ഓടിച്ച് വന്നു. ഇപ്പോൾ അടുക്കം ഫോറസ്റ്റിൽ നിന്ന് അകത്തോട്ട് കയറി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നതൊന്നും അറിയത്തില്ല. എന്തായാലും അടിപൊളിയായിരുന്നു. ഇത് ആ കാണുന്ന കേട്ടോ കമ്പന്തേനി. ഇവിടെ നിന്നാണ് കയറി വന്നത്. അവിടെ ഇങ്ങനെ 2 കാറ് കിടപ്പുണ്ട്. ആ ഒരു ഭാഗത്ത് നിന്ന് മുകളിലേക്ക് കയറി വന്നു. എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല, നോക്കണമെന്ന്. ഞാൻ ഈ ഒരു വ്യൂ വന്നപ്പോൾ അങ്ങോട്ട് നിർത്തിയതാണ്. ഈ റൂട്ടിൻ്റെ 2 സൈഡിലും ശരിക്കും ഒരുപാട് പൂക്കളും ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാനുണ്ട്. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ സൈഡ് വശങ്ങളാണ് കേട്ടോ. അതൊക്കെ ഫുള്ള് പൂക്കൾ പിടിച്ചിരിക്കുകയാണ് ഈ റൂട്ട് ഫുള്ള്. ഇതുവരെ നോർമൽ ക്ലൈമറ്റൊക്കെ ആയിരുന്നു. ഇപ്പോൾ തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് 10-20 കിലോമീറ്റർ എന്തോ ഉള്ളൂ. അതിൻ്റെ ചാറ്റ മഴയൊക്കെ പെയ്യോ. ഇതുണ്ടോ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് കോടയൊന്നുമില്ലേ? ഇത് അങ്ങോട്ട് നോക്കി ഫുള്ള് കോട മൂടിയിരിക്കുക. ഫൈനലി നമ്മൾ കൊടൈക്കനാൽ റൂട്ടിൽ വന്ന് കയറി കേട്ടോ. ഈ ഒരു ഭാഗത്തൂടെ നമ്മൾ വന്ന് കയറിയത്. ഇതാണ് കൊടൈക്കനാലോട്ടുള്ള റൂട്ട്. അതുപോലെ തന്നെ കമ്പന്തേനി വരുമ്പോൾ ഈ നേരെ കാണുന്ന വഴി കൂടി ഇങ്ങനെ കയറി വരും. ഒഫീഷ്യലി നമ്മളങ്ങനെ കൊടൈക്കനാൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് കൊടൈക്കനാൽ ലേക്ക്. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഒരുപാട് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മളെന്തായാലും പോട്ടെ, നേരെ പൂണ്ടി പിടിക്കാനാണ് പ്ലാൻ. എന്തായാലും അങ്ങോട്ട് എത്തിയിട്ട്
നമുക്ക് റൂം വല്ലതും നോക്കണം. എന്തായാലും പോട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് പൂമ്പാറ റൂട്ടിലാണ് കേട്ടോ. അങ്ങോട്ടുള്ള കാഴ്ചകളാണ് ഈ വന്നിട്ടിരിക്കുന്നത്. അവിടെ എവിടെയെങ്കിലും സ്റ്റേ നോക്കണം. എന്തായാലും അങ്ങോട്ട് പോട്ടെ. അങ്ങനെ നമ്മളിവിടെ വന്ന് റൂം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഉള്ളത് പൂമ്പാറ വില്ലേജിലാണ്. റൂം അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ റൂം കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. പിന്നെ ഒരുവിധം പറഞ്ഞ് എന്തായാലും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. വ്യൂ ഒക്കെ കണ്ടോ, അടിപൊളിയാട്ടോ. ഞാൻ തുറക്കാഞ്ഞത് അവിടെ ഇങ്ങനെ പാട്ട് കിടക്കുന്നുണ്ടായിരുന്നു.